وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും, വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്വർഗവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 71-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 14 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 15 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത്. 9ാം നൂറ്റാണ്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച ആദ്യത്തെ റസൂലായ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തെക്കുറിച്ചാണ് ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത്, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനം എന്തായിരുന്നു? കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. നോഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം എന്നാവശ്യപ്പെട്ടു. അവസാനം ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അള്ളാഹുവിനോട് നോഹ് നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബേ, എൻ്റെ ജനതയോട് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുവാൻ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനോട് പാപമോചനം നടത്തണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നോഹ് നബി അലൈഹിസ്സലാം ജനതക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആകാശത്ത് മഴ അവൻ സമൃദ്ധമായി ഇസ്തിഗ്ഫാറുള്ളവർക്ക് അയച്ചു തരും. സ്വത്തുക്കളും അതുപോലെ മക്കളെ കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പോഷിപ്പിക്കും. നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് അവൻ അരുവികൾ ഉണ്ടാക്കി തരും. ഇതെല്ലാം ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടമാണ് എന്ന് ഞാൻ എൻ്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് മഹാനായ നോഹ് നബി അലൈഹിസ്സലാം ജനതയോട് ചോദിച്ചത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അച്വാറ, നിങ്ങളെ വിവിധ ഘട്ടങ്ങളിലായി, ഉമ്മയുടെ ഗർഭാശയത്തിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ വളർന്നു വന്നു. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷം ഈ കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചതും നിങ്ങളെ പരിപാലിച്ചതും ഘട്ടങ്ങളായി വളർത്തിക്കൊണ്ടുവന്നതും അല്ലാഹുവാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കെ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താണ് ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഒരു മഹത്വവും പ്രതീക്ഷിക്കാത്തത്? എന്തേ അല്ലാഹുവിന് നിങ്ങൾ ഒരു ഗൗരവം കൊടുക്കാത്തത് എന്ന്
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിച്ചു. സ്വന്തത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ ധാരാളം ദൃഷ്ടാന്തം നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജനനത്തിലും നിങ്ങളുടെ സൃഷ്ടിപ്പിലും ഉണ്ട് എന്ന് അവരെ പഠിപ്പിച്ചതിന് ശേഷം, അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം തുടർന്ന് 15-ാമത്തെ ആയത്ത് മുതൽ മഹാനായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം പ്രാപഞ്ചികമായുള്ള ചില ദൃഷ്ടാന്തങ്ങളിലേക്ക്, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാപഞ്ചികമായ ലോകത്ത് അള്ളാഹു തആല വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് എന്നതിലേക്കുള്ള കൃത്യമായ അവരുടെ ശ്രദ്ധ പ്രാപഞ്ചികമായ രഹസ്യങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് 15-ാമത്തെ ആയത്ത് മുതൽ. എന്താണത്? അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ ത്വിബാഖാ. നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് ചോദിക്കുക, അലം തറൗ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, കൈഫ എങ്ങനെയാണ് ഖലഖ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ലാഹ്, ആര് സൃഷ്ടിച്ചു? അള്ളാഹു സൃഷ്ടിച്ചു. സബ്അ സമാവാത്, സമാവാത് ആകാശങ്ങൾ, ഏഴ് ആകാശങ്ങളെ, ത്രിബാഖൻ അടുക്കടുക്കായി, ഒന്നിനു മുകളിൽ മറ്റൊന്നായി, തട്ടുതട്ടായി, ഒന്നിനു മീതെ മറ്റൊന്നായി അടുക്കുകളായ നിലയിൽ 7 ആകാശങ്ങളെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജനങ്ങളെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഭൗതികമായ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന, എല്ലാവർക്കും മനസ്സിലാക്കുന്ന അത്തരം സൃഷ്ടികളെ പ്രാപഞ്ചികമായ രഹസ്യങ്ങളെ കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് വീണ്ടും പറയുന്നു, വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅല അശംസ സിറാജാ. 7 ആകാശങ്ങളെ അടുക്കുകളായ നിലയിൽ സൃഷ്ടിച്ചതിനെ കുറിച്ച് എന്തേ ജനങ്ങളെ നിങ്ങൾ ആലോചിക്കാത്തത്? കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കൂടെ? വജഅലൽ ഖമറ, വജഅല ആക്കുകയും ചെയ്തു, അല്ലാഹു ആക്കുകയും ചെയ്തു, അൽ ഖമറ ചന്ദ്രനെ അല്ലാഹു ആക്കി, ഫീഹിന്ന ആ ആകാശത്തിൽ, നൂറൻ ഒരു പ്രകാശം, 100 പ്രകാശം, ഫീഹിന്ന ആ ആകാശങ്ങളിൽ, ആകാശത്തിൽ അല്ലാഹു ചന്ദ്രനെ ഒരു പ്രകാശമാക്കുകയും, വജഅല ശംസ സൂര്യനെ അല്ലാഹു ആക്കുകയും ചെയ്തു, സിറാജൻ ഒരു വിളക്കാക്കുകയും ചെയ്തു. ആകാശത്തിൽ ചന്ദ്രനെ അല്ലാഹു ഒരു പ്രകാശമാക്കുകയും സൂര്യനെ ഒരു വിളക്കാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്, അതിനെക്കുറിച്ച് എന്തേ നിങ്ങൾ ആലോചിക്കാത്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് എന്താ? ചന്ദ്രനെ അല്ലാഹു തആല പറഞ്ഞു നൂറൻ, അതൊരു പ്രകാശമാക്കിയിരിക്കുന്നു. എന്നാൽ സൂര്യനെ കുറിച്ച് പറഞ്ഞിടത്ത് വജഅല ശംസ സിറാജ, സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നമുക്കറിയാം, ഒരു പ്രകാശവും വിളക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ ചന്ദ്രനെ കുറിച്ച് പ്രകാശമെന്നും സൂര്യനെ കുറിച്ച് വിളക്ക് എന്നും പ്രതിപാദിച്ചത്? അള്ളാഹുവിന്റെ ഓരോ വാചകങ്ങളിലും, വിശുദ്ധ ഖുർആനിലെ ഓരോ പ്രയോഗങ്ങളിലും ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. ചന്ദ്രവെളിച്ചം നമുക്കറിയാം, ചന്ദ്രന്റെ വെളിച്ചം സൂര്യ വെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണ്. സൂര്യന്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിനാൽ ഉണ്ടാകുന്നതാണ്. സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാകാം അല്ലാഹു തആല ഖമറിനെ, ചന്ദ്രനെ പ്രകാശമെന്നും അതേ പ്രകാരം ശംസിനെ, സിറാജ് വിളക്ക് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടിന്റെയും വെളിച്ചം വ്യത്യസ്തമാണ്, ചന്ദ്രന്റെയും സൂര്യന്റെയും വെളിച്ചം വ്യത്യസ്തമാണ്. അതുപോലെ നൂറും സിറാജും വ്യത്യാസമുള്ളതാണ്. ഏതായിരുന്നാലും മഹാനായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിക്കുന്നു, ജനങ്ങളെ, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചതിനെ കുറിച്ച് ഒന്നാലോചിച്ചുകൂടെ? നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ആലോചിച്ചുകൂടെ? അതേ പ്രകാരം ആകാശത്തിൽ നിങ്ങൾ കാണുന്ന സൂര്യനെയും, ആ സൂര്യനെ അല്ലാഹു തആല സിറാജാക്കിയിട്ടും വിളക്കായും, അതേ പ്രകാരം ചന്ദ്രനെ പ്രകാശമാക്കിയതും നിങ്ങളൊന്ന് ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം.
ثم يعيدكم فيها ويخرجكم إخراجا. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട്, തന്റെ സമൂഹത്തോട് വീണ്ടും പറയാം പ്രാപഞ്ചികമായ അത്ഭുതങ്ങളെ കുറിച്ച്. വല്ലാഹു, അല്ലാഹു, അംബതക്കും, നിങ്ങളെ മുളപ്പിച്ചു. അംബത, മുളപ്പിച്ചുക്കും നിങ്ങളെ. അല്ലാഹു നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. നബാതൻ, ഒരു ഉൽപ്പന്നമായിട്ട്, ഒരു തരം മുളപ്പിക്കൽ നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു. അല്ലാഹു ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു തരം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ثم يعيدكم فيها ويخرجكم إخراجا. സുമ്മ, പിന്നീട് ഭൂമിയിൽ അല്ലാഹു നിങ്ങളെ ഒരു തരം ഉൽപാദനം, മുളപ്പിച്ചിരിക്കുകയാണ്. സുമ്മ, പിന്നീട് യുഈദുക്കും, നിങ്ങളെ അല്ലാഹു മടക്കുന്നു. ഫീഹ, അതിൽ അല്ലാഹു തആല നിങ്ങളെ മടക്കുകയും ചെയ്യുന്നു. ആ ഭൂമിയിലേക്ക് തന്നെയാണ്, മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കുന്നത്. ഇനിയോ വയുഖ്രിജുക്കും, നിങ്ങളെ അല്ലാഹു പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഇഖ്റാജൻ, ഒരു പുറത്തു കൊണ്ടുവരൽ. ആ ഭൂമിയിൽ നിങ്ങളെ മടക്കുകയും അതിൽ നിന്ന് ഒരു പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ആര്? അല്ലാഹു തആല. ഇവിടെ 17-ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞതെന്താ? വല്ലാഹു അൻബതകും മിനൽ അർളി നബാത. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു തരം ഉൽപാദനമാക്കി ഭൂമിയിൽ അല്ലാഹു തആല നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു എന്നതാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വാചകമാണത്. വളരെ ശ്രദ്ധേയമായ ഒരു വാചകം. എങ്ങനെയാ ഉൽപ്പന്നമാകുന്നത്? നമുക്കറിയാം, ഭൂമിയിൽ നിന്നാണ് സസ്യങ്ങൾ മുളച്ച് പൊങ്ങുന്നത്. ഒരു സസ്യത്തിൽ നിന്ന് വേറെ ഒന്ന്, അങ്ങനെ വിവിധങ്ങളായ സസ്യങ്ങളായി മുളക്കുന്നതും അത് വ്യാപിക്കുന്നതും അത് നമ്മളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. ഇതേപോലെ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് വ്യാപിക്കുന്നത് പോലെ മനുഷ്യർ ഭൂമിയിൽ നിന്ന് ഉണ്ടാവുകയും അവൻ ലോകത്ത് വികസിക്കുകയും ചെയ്യുന്നു. മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എവിടെ നിന്നാ? നമുക്കറിയാം, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഒന്നാമത്തെ മനുഷ്യച്ചെടി മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആ മനുഷ്യച്ചെടിയാകുന്ന ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് പെരുകി ഉണ്ടായതാണ് ഇന്ന് ലോകത്തുള്ള, കഴിഞ്ഞുപോയ, മരണപ്പെട്ടു പോയ, ഇപ്പോഴും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള കോടാനകോടി മനുഷ്യർ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം എന്ന ആ മനുഷ്യച്ചെടിയിൽ നിന്ന്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആ മനുഷ്യച്ചെടിയിൽ നിന്ന് ഉണ്ടായതാണ്. ഈ ഒരു അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് പറഞ്ഞത്? വല്ലാഹു, അല്ലാഹു അംബതകും, നിങ്ങളെ അല്ലാഹു മുളപ്പിച്ചിരിക്കുകയാണ്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു. നബാതൻ, ഒരു മുളപ്പിക്കൽ, ഒരു ഉൽപാദനം അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉൽപാദിപ്പിച്ചിരിക്കുന്നു. അവ മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടായതാണ്. ഇനിയോ സുമ്മ യുഈദുകും ഫീഹ, പിന്നീട് അല്ലാഹു നിങ്ങളെ അതിലേക്ക് മടക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണെങ്കിലും മനുഷ്യൻ എവിടെ മയ്യത്ത് ഖബറിൽ മറമാടിയാലും അവനെ കത്തിച്ചു കളഞ്ഞാലും എങ്ങനെ അവനെ അടക്കം ചെയ്താലും അവന്റെ അവസാനത്തെ മടക്കം എവിടേക്കാണ്? സുമ്മ യുഈദുകും ഫീഹ, ആ മണ്ണിൽ അവനെ മടക്കുകയും ചെയ്യുന്നു. അതോടുകൂടെ കഴിയോ? ഇതിലാർക്കും, ഈ ഒരു വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അടുത്ത വിഷയം വയുഖ്രിജുകും ഇഖ്റാജ, ഇതിനൊക്കെ കഴിയുന്ന റബ്ബ് ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അതിലൂടെ ആ മനുഷ്യച്ചെടിയിലൂടെ കോടാനകോടി മനുഷ്യരെ ഉണ്ടാക്കാൻ കഴിഞ്ഞ റബ്ബിന്, മണ്ണിലേക്ക് തന്നെ മടക്കുന്ന റബ്ബിന് വയുഖ്രിജുകും ഇഖ്റാജ, ആ മണ്ണിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടെ പുനർജനിപ്പിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ ഒരു പ്രയാസവുമില്ല. ആ പുനരുദ്ധാനത്തെ കുറിച്ച് എന്തിനാണ് കൂട്ടരെ നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതെല്ലാം നൽകിയത് അല്ലാഹുവല്ലേ എന്ന വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങളിലൂടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അവരോട് പറഞ്ഞു കൊടുക്കുന്നു, വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത്വാ ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജാ.
അപ്പൊ ആകാശങ്ങളെ സൃഷ്ടിച്ചത് അതേ പ്രകാരം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുകയും ചന്ദ്രനെ പ്രകാശമായും അതുപോലെ സൂര്യനെ വിളക്കായും എല്ലാം ആക്കിയിട്ടുള്ളത് റബ്ബാണ്. നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ ഭൂമിയിലേക്കാണ് നിങ്ങൾ, ആ മണ്ണിലേക്കാണ് നിങ്ങളുടെ മടക്കം. ആ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങൾ പുനർജനിക്കുക തന്നെ ചെയ്യും. അതെല്ലാം അല്ലാഹുവാണ്. ഇനി എന്റെ സമൂഹമേ, നബി അലൈഹി സ്വലാം ജനതയോട് വീണ്ടും പറയാ, വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത്വാ, അല്ലാഹു ജഅല ലക്കും, നിങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നു, അൽ അർള, ഭൂമിയെ, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ ആക്കി തന്നു, ബിസാത്വാ, ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. ഭൂമിയെ അല്ലാഹു നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു ഭൂമിയെ ഒരു വിരിപ്പ് പോലെയാക്കിയത്? വിരിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബെഡിൽ നമുക്ക് കൃത്യമായി കിടക്കാൻ കഴിയും, അതിൽ ഉറങ്ങാം, നമുക്ക് ഇരിക്കാം, വിശ്രമിക്കാം. അതേപോലെയാണ് ഭൂമി. നമ്മൾ വിരിപ്പിൽ കടന്നിട്ട് പിന്നെ ഒന്നുങ്ങോട്ട് ചെരിയുമ്പോഴേക്ക് നമ്മൾ താഴോട്ട് മറിഞ്ഞു വീഴുന്ന രീതിയിലല്ലല്ലോ വിരിപ്പ്. വിരിപ്പെന്ന് പറഞ്ഞാൽ സുഖമായി ഉറങ്ങാനും വിശ്രമിക്കാനും ഇരിക്കാനും എല്ലാത്തിനും കഴിയുന്നതാണ് വിരിപ്പ്. ആ വിരിപ്പ് പോലെയാണ് ഭൂമി. ആ വിരിപ്പ് പോലെ അല്ലാഹു തആല നിങ്ങൾക്ക് ഭൂമിയെ ആക്കി തന്നു. ഭൂമിയിൽ നിങ്ങൾക്ക് ഉപജീവനം തേടി പോകാനുള്ള അവസരങ്ങളുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗധങ്ങളെ പണിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷി ചെയ്യുവാനും സഞ്ചരിക്കുവാനും കിളച്ചു മറിക്കുവാനും എല്ലാത്തിനും സൗകര്യപ്പെടുമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാം ജീവിക്കുന്ന ഭൂമിയെ പരന്ന് അതിവിശാലമാക്കി മാറ്റിയിരിക്കുന്നു. മറിച്ച് ദുനിയാവിന്റെ, നമ്മുടെ ഭൂമിയുടെ അവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബിസാത്ത് പോലെ അല്ലെങ്കിൽ, ഒരു വിരിപ്പ് പോലെ അല്ലെങ്കിൽ, ഒരു ശക്തമായ പാറയാണ്. എവിടെയും പാറ, മണ്ണില്ല, കിളക്കാൻ കഴിയുന്നില്ല. ഒരു പാറയായിരുന്നു ഭൂമി പൂർണ്ണമായുമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ജീവിതം എത്ര ദുസ്സഹമാകും? എങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുക? എവിടെയാണ് നമ്മൾ വീടെടുക്കുക? ഒരുപാട് പ്രയാസമായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ഭൂമിയെ ബിസാത്വാക്കി, പിന്നെ ഒരു വിരിപ്പ് പോലെയാക്കി, അതിനെ പാറ പോലെ ഉറച്ചതാക്കിയില്ല. ഇനി അതല്ല, ഒരു നിലക്കും നമ്മുടെ വയലുകളിലൊക്കെയുള്ള ചളി പോലെ അത്തരത്തിലാണെങ്കിലോ അവിടെയും പ്രശ്നമാണ്. കൃത്യമായി കൃഷി ചെയ്യാൻ കഴിയില്ല, വീടെടുക്കാൻ കഴിയില്ല, ഒരുപാട് പ്രശ്നമാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത രീതിയിൽ എല്ലാത്തിനും സൗകര്യപ്പെടുമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ജഅല ലകുമുൽ അർള ബിസ്വാതാ, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തരികയും ചെയ്തു. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഭൂമിയെ വിരിപ്പാക്കിയത്? അവൻ പാറ പോലെ ഉറച്ചതോ ചേറുപോലെ അലിഞ്ഞതോ ആക്കാതെ, അല്ലെങ്കിൽ വനം പോലെ എല്ലാ സ്ഥലത്തും പൂർണ്ണമായ കാട്, അല്ലെങ്കിൽ മരുഭൂമി പോലെ ഇതൊന്നും ആക്കാതെ, പൂർണ്ണമായതാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആവശ്യമാനുസരണം ഭൂമിയെ വിശാലമാക്കി ഒരു വിരിപ്പ് പോലെയാക്കിയത് എന്തിനു വേണ്ടിയാണ്? ലിതസ്ലുകൂ മിൻഹാ, നിങ്ങൾ കടക്കുവാനാണ്, മിൻഹാ, അതിൽ നിന്ന്, ആ ഭൂമിയിൽ നിന്ന് കടക്കുവാനാണ്, പ്രവേശിക്കുവാനാണ്. സുബുല്, വഴികളിൽ, ഫിജാജൻ, വിശാലമായ വിസ്തീർണമായ, നിങ്ങൾക്ക് അതിൽ നിന്ന് വിസ്തീർണമായ മാർഗങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുവാനും ആ ഭൂമിയിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തരികയും ചെയ്തിരിക്കുന്നത് മനുഷ്യരെ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ കുറിച്ച്, അവന്റെ സാമൂഹിക പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് വളരെ കൃത്യമായി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇവിടെയൊക്കെയുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്കും പാഠമാണ്. ഇതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് റഹ്മാനായ റബ്ബാണെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. ആ റബ്ബിനെ കൂടുതൽ അറിയുവാനും അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നമ്മുടെ സനാബിൽ എന്ന ഖുർആൻ പഠന പദ്ധതിയെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അത് പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.